ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബെൽ സ്വിച്ച്, അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ബെൽ ബുഷ്, അതായത് ബെല്ലിൻ്റെ സ്വിച്ച് നമ്മൾ എവിടെ കൊടുക്കണം. അത് വലിയൊരു പ്രശ്നമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചില രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് കയറി പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് വേണം, സിറ്റ് ഔട്ടിൻ്റെ അകത്ത് കയറിയിട്ട് വേണം ബെൽ സ്വിച്ച് അമർത്താനായിട്ട്. അത് പിന്നീട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെളി കാര്യങ്ങളെല്ലാം തന്നെ എപ്പോഴും ഒരു അല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും ഇപ്പോൾ കിടക്കുന്നത്. അതെങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ ബെൽ സ്വിച്ച് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് മഴ നനയാത്ത രീതിയിൽ ട്രിപ്പിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ, നമ്മൾ ബെൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലേക്ക് തന്നെ, അതായത് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാതെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന നടയിൽ നിന്ന്, അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്ന 3 നടകൾ അല്ലെങ്കിൽ 2 നടകൾ അല്ലെങ്കിൽ ഉണ്ടാവും. അതിൽ നിന്നുകൊണ്ട് നമുക്ക് ഓൺ ചെയ്യാവുന്ന രീതിയിൽ, അതായത് ബെല്ലടിക്കാവുന്ന രീതിയിൽ വേണം നമ്മുടെ ബെൽ സ്വിച്ചിൻ്റെ പൊസിഷൻ കൊടുക്കാനായിട്ട്. അതായത് ബെൽ സ്വിച്ചിന് കൊടുക്കുന്ന ബോക്സ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് ഈ വരുന്നത്. ഈ ഫ്രണ്ട് ഏരിയയിൽ നമുക്കൊരു 3 സ്റ്റെപ്പ് എന്തായാലും വരുന്നു. അങ്ങേയറ്റത്തേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിറ്റ് ഔട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് അടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ഈ സ്റ്റെപ്പിൽ നിന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്നിട്ട് നമുക്ക് ബെല്ല് അമർത്താവുന്ന രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടെയാണ് നമ്മുടെ പറയുന്നത് മെയിനായിട്ട് വരുന്ന 3 സ്റ്റെപ്പുകളാണ് സാധാരണ 3 ലെവലിൽ വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി നിന്നിട്ട് വേണം നമുക്കത് ബെല്ല് അമർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നും രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മളത് കൊടുക്കേണ്ടത്. അത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 4 മോഡ്യൂളിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 4 മോഡ്യൂളിൻ്റെ എന്ന് പറയുമ്പോൾ 2 മെഗാ ബുഷും മെഗാ 2 വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കാൻ പാടില്ല. ഫ്രണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നനയാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ടോ, ആ സെൻസൈഡ് വന്നിരിക്കുന്നത് ആ കണ്ടംപററി സ്റ്റൈൽ വീടുകളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് സെൻസൈഡ് കാര്യങ്ങൾ ഫ്രണ്ടിലേക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഊത്തലടിക്കാത്ത രീതിയിലും അതുപോലെ തന്നെ നനയാത്ത രീതിയിലും വേണം നമ്മൾ ബെല്ല് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ എപ്പോഴും ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും. ബെല്ല് പിന്നീട് ഒരു തലവേദനയായിട്ട് മാറും, പിന്നീട് പൊസിഷൻ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞെങ്കിലും കറക്റ്റായിട്ട് നനയാത്ത രീതിയിലും വേണം നമ്മൾ ഈ പറഞ്ഞ ബെല്ലിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറാതെ തന്നെ ഒരു വ്യക്തിക്ക് ബെല്ല് ഓൺ ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നനയാത്ത രീതിയിലും വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഐഡിയ പരമായിട്ട് നമ്മുടെ ആ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് മിക്ക വീടുകളും കണ്ടിരിക്കുന്നത് സിറ്റ് ഔട്ട് കയറി അകത്തേക്ക് വന്ന് ഇവിടെയാണ് ബെല്ല് കൊടുക്കുന്നത് പല വീടുകളിലും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറാതെ തന്നെ വരുന്ന വ്യക്തികൾക്ക് പുറത്ത് നിന്ന് പെട്ടെന്ന് കാണുന്ന രീതിയിൽ ബെൽ സ്വിച്ച് കാര്യങ്ങൾ, ബെൽ ബുഷ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബെല്ലിൻ്റെ കൊടുക്കുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു കാണുന്ന വ്യക്തികളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഇനി വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സംശയം ദൂരീകരിച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.